ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് QTയുടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സിയിലെ 18ാമത്തെ ക്വസ്റ്റ്യനാണ്, essay ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിറ്റ് സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് ഇക്വേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് ആൻഡ് എസ്റ്റിമേറ്റ് ദ ട്രെൻഡ് വാല്യൂസ്, ഓൾസോ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദ ഇയർ 2018. നമ്മളോട് എന്താണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ വരുന്ന y=a+bx എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം 2018 വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇത് വർഷങ്ങളായിട്ട് ചോദിക്കുന്നത്, ഇതിൻ്റെ തന്നെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. y=a+bx എന്നുള്ളതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇയർ തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂവിനെ നമുക്ക് y ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ആദ്യം നമുക്കറിയാം എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, y നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള വാല്യൂ നമുക്ക് y ആയിട്ട് എടുക്കാം. എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക ഇതിൽ ഏകദേശം സെൻറ്ററിലുള്ളൊരു വാല്യൂവിന് അല്ലെങ്കിൽ വർഷത്തിന് നമ്മൾ എന്ത് ചെയ്യും? 0 കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് സെൻറ്റർ ഇല്ല എങ്കിൽ പോലും നമുക്ക് 2012 നമുക്ക് 0 കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക? ഈ ഓരോ വർഷത്തിൽ നിന്നും ഈ ഒരു 2012 മൈനസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ 2008 നിന്ന് ആദ്യം 2012 മൈനസ് ചെയ്താൽ -4, ദെൻ 2009 നിന്ന് എഴുതാം -3, -2, 2011 -1, 0, 1, 2, 3 ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് y ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് x² കണ്ടുപിടിക്കാം. x². ഓക്കെ, x² ഇതിൻ്റെ സ്ക്വയറാണ്. -4ൻ്റെ സ്ക്വയർ 16, 9, 4, 1, 0, 1, 4, 9. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് xy ആണ്. ഓക്കെ, xy, എക്സും വൈയും ഇവിടെ ഉണ്ട്. ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ 80 × -4 ഒരു രീതിക്ക് ചെയ്യാം. അപ്പോൾ -320, -270, -184, -83, 0, 99, 184, 312. ഓക്കെ, xy കിട്ടി. ഇനി ഇതിൻ്റെയൊക്കെ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വൈയുടെ ടോട്ടൽ കാണാം, x², xyയുടെ ടോട്ടൽ കാണാം. വൈയുടെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 734 ആണ്. ഓക്കെ, എക്സിൻ്റെ ടോട്ടൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ -4, x² ടോട്ടൽ എന്ന് പറയുന്നത് 44, xyയുടെ ടോട്ടൽ -262. ഓക്കെ, ഇത് പ്ലസ് ഒക്കെ ആഡ് ചെയ്ത ശേഷം മൈനസ് ഉള്ള വാല്യൂസ് ഇതിൽ നിന്ന് ഈ കിട്ടിയ ആൻസറിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് 99 + 184 + 312 നിന്ന് 320 മൈനസ് ചെയ്യുക, 220 മൈനസ് ചെയ്യുക, 184 മൈനസ് ചെയ്യുക, 83 മൈനസ് ചെയ്യുക. അപ്പോൾ -262 കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനാണ് a+bx എന്നുള്ളത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എയും ബിയും വേണം അല്ലേ? a =σy/n ആണ്. b =σxy/σx². ഓക്കെ, അപ്പോൾ ആദ്യം a കണ്ടുപിടിക്കാം. σy നമുക്ക് വൈയുടെ ടോട്ടൽ നമുക്ക് ഉണ്ട്. 734 / n എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. 8 ആണുള്ളത്. അപ്പോൾ 91.75 ആണ് a. b എന്ന് പറഞ്ഞാൽ σxy. σxy എന്ന് പറഞ്ഞാൽ xyയുടെ ടോട്ടലാണ്. -262 / σx². x²ൻ്റെ ടോട്ടൽ 44 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -5.95 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എയും ബിയും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ വർഷത്തെയും സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 91.75 പ്ലസ് ബി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എത്രയാണ് -5.95 ഇൻറ്റു ഇവിടെയാണ് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ എക്സ് കോളം നോക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം -4. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക -5.95 ഇൻറ്റു -4 ആദ്യം ചെയ്യുക. 2 മൈനസ് ആണല്ലേ കിട്ടുന്നത്, 2 മൈനസ് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എന്താവും അവിടെ പ്ലസ് ആവും. ഓക്കെ, 2 മൈനസ് അവിടെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും 91.75 പ്ലസ് 23.8 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് 91.75 പ്ലസ് 23.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 115.55. ഓക്കെ, രണ്ടാമത്തെ കേസ് വരുമ്പോൾ 91.75 പ്ലസ് -5.95 ഇൻറ്റു -3. ഇത് രണ്ടും മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ വരുന്നത് 91.75 പ്ലസ് എത്രയാണ് 17.85 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 109.6. മൂന്നാമത്തെ അതേ സെയിം പോലെ 91.75 പ്ലസ് -5.95 ഇൻറ്റു -2 ആണ്. ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും. അപ്പോൾ 91.75 പ്ലസ് 11.9 ആണ് വരിക, 103.65. ഓക്കെ, നാലാമത്തത് 91.75 പ്ലസ് -5.95 ഇൻറ്റു -1 ആണ്. അപ്പോൾ 91.75 പ്ലസ് 5.95 കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 97.7 ആണ്. ഓക്കെ, നെക്സ്റ്റ് സീറോൻ്റെ കേസാണ്. 91.75 പ്ലസ് -5.95 ഇൻറ്റു 0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് 0 ആവും. അപ്പോൾ 91.75 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 91.75 പ്ലസ് -5.95 ഇൻറ്റു എക്സ് 1 ആണ് 1. ഓക്കെ, അപ്പോൾ ഇത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് മൈനസ് ആയി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ 91.75 മൈനസ് 5.95 ഇതിന് 85.8 വരും. ഓക്കെ, ഇതേപോലെയാണ് അടുത്തും വരിക 91.75 പ്ലസ് -5.95 ഇൻറ്റു 2. അപ്പോൾ ഇതും ബ്രാക്കറ്റിനകത്തുള്ളത് എന്താവും മൈനസ് ആവും. അപ്പോൾ 91.75 മൈനസ് എത്ര വരും 11.9 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 79.85. ലാസ്റ്റ് വൺ 91.75 പ്ലസ് -5.95 ഇൻറ്റു 3. ഇത് വരിക 91.75 മൈനസ് എത്രയാണ് മൈനസ് വരുന്നത് ഇവിടെ ഒരു മൈനസ് മാത്രം ഉള്ളതുകൊണ്ടാണ്. 2 മൈനസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും. ഇവിടെ ഒരു മൈനസ് മാത്രം ഉള്ളത് കൊണ്ടാണ് ഇവിടെ മൈനസ് ചിഹ്നം വന്നത്. അല്ലെങ്കിൽ പ്ലസ് ഓൾറെഡി ഇവിടെ പ്ലസ് ഉണ്ട്, പിന്നെ ബ്രാക്കറ്റിനകത്താണ് മൈനസ്. പക്ഷെ എങ്ങനെ വന്നാലും എന്ത് ചെയ്യും 91.75 നിന്ന് ആ വാല്യൂ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 17.85 ആണ് ആൻസർ കിട്ടുക, 73.9. അപ്പോൾ ഫസ്റ്റത്തത് 115.55, 109.6, 97.7, 91.75, 85.8, 79.85, 73.9. ഓക്കെ, ഇനി നമ്മളോട് ഇതാണ് സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്മളോട് പറയുന്നത് 2018 ആകുമ്പോഴേക്കുള്ള വാല്യൂ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 2015 വരെയുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2014 എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 2014 എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 2 ആണല്ലേ, 2. 2015 എക്സിൻ്റെ വാല്യൂ എത്രയാണ് 3. ഓക്കെ, അപ്പോൾ 2016, 2017, 2018. ഓക്കെ, ഇത് നമുക്കറിയാം. നമ്മൾ 2012 ബേസ് ആയിട്ട് എടുത്തത്. 2012 ഈ വാല്യൂസിനൊക്കെ നമ്മൾ 2012 കുറച്ചതാണ് അല്ലേ. 2015 2012 കുറച്ചതാണ് നമുക്ക് ഇവിടെ 3 കിട്ടാൻ കാരണം. അപ്പോൾ അതേപോലെ 2016 2012 കുറക്കാം. അപ്പോൾ എത്ര കിട്ടും 4. 2017 2012 കൊടുത്താൽ 5. 2018 2012 കൊടുത്താൽ 6 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 6 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എടുക്കുക. ഇക്വേഷൻ എന്ന് പറയുന്നത് 91.75 പ്ലസ്
-5.95 ഇൻറ്റു 6. എക്സിൻ്റെ സ്ഥലത്ത് 6 കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 91.75 എന്ത് വരും? പ്ലസ് വരുമോ? ഇല്ല, ഒരു മൈനസും ഒരു പ്ലസ്സും ആണ് വരുന്നത്. അപ്പോൾ മൈനസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന സംഖ്യയുടെ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 91.75 മൈനസ് 35.7 വരും. ഈക്വൽ ടു 56.05 ആണ്. ഇത് ട്രെൻഡ് ലൈൻ എപ്പോഴും കൂടി വരണം എന്നില്ല. ചില സമയത്ത് എന്താവും, ഇത് വാല്യൂസ് കുറഞ്ഞു വരാം. അപ്പോൾ ഈ 2018 വാല്യൂ എന്ന് പറയുന്നത് ട്രെൻഡ് വാല്യൂ എന്ന് പറയുന്നത് 56.05 ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ തന്നെ എഴുതിപ്പോയാൽ 2016 വരുമ്പോൾ ഇവിടെ 4 ആവും, 2017 വരുമ്പോൾ ഇവിടെ 5 ആവും, 2018 വരുമ്പോൾ ഇവിടെ 6 ആവും. ആ 6 എന്നുള്ള വാല്യൂ നമ്മുടെ ഈ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ -4 -3 കൊടുത്തില്ലേ, ആ സംഭവം തന്നെ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക, എക്സ് 6 ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളോട് 2017 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ 6ൻ്റെ സ്ഥലത്ത് ഇവിടെ 5 കൊടുക്കണം. 2016 ആണെങ്കിൽ എന്ത് കൊടുക്കണം? എക്സിൻ്റെ സ്ഥലത്ത് 4 കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.